ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3 4th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിൽ 6th സബ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? √1 + sin a ഡിവൈഡഡ് ബൈ 1 - sin a = sec a + tan a. അതായത് ഈ LHSനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു RHS ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ സീക്ക് എയും ടാൻ എയും ഉള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ സീക്കോ ടാനോ ഇല്ല, അപ്പൊ നമ്മൾ അതായിട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ റൂട്ട് ഉണ്ട്, ഈ ഇവിടെ ആണെങ്കിലോ റൂട്ട് ഇല്ല, RHSല് റൂട്ട് ഇല്ല. അപ്പൊ ഈ റൂട്ടിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതായത് ഈ റൂട്ട് ഇവിടെ ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? √(a/b) ഫോമിലാണ് അല്ലെ, ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ a/b ഫോമിലാണ് ഇരിക്കുന്നത്. √(a/b) ഫോം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ന്യൂമറേറ്ററിന്റെ റൂട്ട് കാണുക, ഡിനോമിനേറ്ററിന്റെയും റൂട്ട് കാണുക. അപ്പൊ ഡിനോമിനേറ്റർ റൂട്ടിലാണെങ്കിൽ അതൊരു ഇറാഷണൽ ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ഇറാഷണൽ ആവാൻ പാടില്ല. അപ്പൊ അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിനെ റിമൂവ് ചെയ്യണം എങ്ങനെയാണ്? അതിനെ അതുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്താൽ മതി അല്ലെ. √(b) എന്ന് എടുത്താൽ മതി. √(ab) ഡിവൈഡഡ് ബൈ √(b) √(b² എന്ന് കിട്ടും. ഈ സ്ക്വയറും റൂട്ട് കട്ടാവും. √(ab/b) എന്ന് കിട്ടും. അപ്പൊ ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ മാറ്റുന്ന ഈ മെത്തേഡിനെയാണ് എന്താണ് റാഷണലൈസിങ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യനിലുള്ള ഇതിന്റെ റൂട്ടിനെ റിമൂവ് ചെയ്യാം. അപ്പൊ ആ മെത്തേഡ് എന്താണ്? റാഷണലൈസിങ് ഡിനോമിനേറ്റർ മെത്തേഡ്. അപ്പൊ അത് ചെയ്യാം. എന്താണ് ഫസ്റ്റ് എന്താണ്? LHS = എന്താണ്? √(1 + sin a ഡിവൈഡഡ് ബൈ 1 - sin a which implies √(1 + sin a ഡിവൈഡഡ് ബൈ 1 - sin a എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് 1 - sin ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? 1 + sin a. ഓക്കെ, മൈനസ് ആണെങ്കിൽ അതിന്റെ പ്ലസ് ഉണ്ട്, മുകളിലും താഴെ ഇൻറ്റു ചെയ്യുക. ഇവിടെ എന്താണ്? 1 + sin a എന്ന്. ഓക്കെ, ഞാൻ ഈ റൂട്ടിന്റെ ഡിനോമിനേറ്ററിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്യണം. 1 - sin a വരും, 1 + sin a കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √(1 + sin a × 1 + sin a എന്ന് പറയുന്നത് എന്താണ്? 1 + sin a (² എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1 - sin a × 1 + sin a എന്ന് പറയുന്നത് എന്താണ്? a + b × a - b. നമ്മൾ പഠിച്ചിട്ടുണ്ട് a² - b² എന്ന് പറയുന്ന ഇക്വേഷൻ. അതിന്റെ ഫോർമുല എന്താണ്? a + b × a - b എന്നാണ്. ഇത് പഠിച്ചു വെച്ചോണം. അപ്പൊ a² - b² എന്താണ്? a + b × a - b ആണ്. അപ്പൊ ഇവിടെയും എന്ത് ഫോർമാറ്റിലേക്കാണ്? a + b. ഇതാണ് a + b × a - b. ഇതേ ഫോർമാറ്റിലാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? a² - b². അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്താം? a² - b² മാറ്റാം. അപ്പൊ ഇതിലെ a ആരാണ്? 1 ആണ്. b വന്നിട്ട് sin a ആണ്. അപ്പൊ a² എന്നെങ്ങനെ എഴുതാം? 1² മൈനസ് b². b എന്ന് പറയുന്നത് ആരാണ്? sin. അപ്പൊ sin² a, which implies √(1 + sin a (² ഡിവൈഡഡ് ബൈ 1². 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 1² എന്ന് വെച്ചാൽ 1 × 1 എന്നാണ്. 1 × 1 എത്രയാണ്? 1 ആണ്. അപ്പൊ അവിടെ എന്ത് വരും? 1. 1² എന്തായി? 1 ആയി. മൈനസ് sin² a. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin² a + cos² a എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ് അല്ലെ. sin² a + cos² a എത്രയാണ്?
1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ എ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോസ് സ്ക്വയർ എ അറിയണമെങ്കിൽ ഇസിക്കൽ ടു ഇപ്പുറത്ത് എന്തുണ്ട്? 1 ഉണ്ട്. ഈ സൈൻ സ്ക്വയർ ഇങ്ങ് വരുമ്പോൾ എന്താവും? മൈനസ് സൈൻ സ്ക്വയർ ആവും. എന്തുകൊണ്ട്? ഇവിടെ പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവായി മാറും. അപ്പൊ കോസ് സ്ക്വയർ എയുടെ വാല്യൂ എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ എ ആണ്. ഇവിടെ എന്തുണ്ട്? 1 മൈനസ് സൈൻ സ്ക്വയർ എ ഉണ്ട്. അപ്പൊ 1 മൈനസ് സൈൻ സ്ക്വയർ എയുടെ ആൻസർ എന്താണ്? കോസ് സ്ക്വയർ എ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ കോസ് സ്ക്വയർ എ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്കോസ് 1 മൈനസ് സൈൻ സ്ക്വയർ എ, 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കോസ് സ്ക്വയർ എ ആണ്. ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയറുടെ ആൻസർ എന്താണ്? കോസ് സ്ക്വയർ എ. പിന്നെന്തുണ്ട്? റൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. മുകളിലും സ്ക്വയർ ഉണ്ട്, താഴെയും സ്ക്വയർ ഉണ്ട്. എന്ത് എഴുതാം? റൂട്ട് ഓഫ് എ ബൈ ബി ദി ഹോൾ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. മുകളിലും സ്ക്വയർ ഉണ്ട്, അതായത് ന്യൂമറേറ്ററിൽ സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ സ്ക്വയർ ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തിട്ട് ദ ഹോൾ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കോമൺ ആയിട്ട് സ്ക്വയർ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ മുകളിലും ന്യൂമറേറ്ററിൽ സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം അല്ലെ? ഇപ്പൊ റൂട്ട് ഓഫ് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇതുപോലെ എഴുതാൻ പറ്റും. രണ്ടു പേർക്കും സ്ക്വയർ ഉള്ളതുണ്ട്. അപ്പൊ നമുക്കറിയാം റൂട്ട് എ സ്ക്വയറിന്റെ ആൻസർ എന്താണ്? എ ആണ് അല്ലെ? ഈ സ്ക്വയറും ഈ റൂട്ടും പോയിട്ട് ആൻസർ എന്ത് കിട്ടും? എ എന്ന് കിട്ടും. അപ്പൊ ഈ സ്ക്വയറും ഈ റൂട്ടും ക്യാൻസൽ ആവും. പിന്നെ എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് കിട്ടും അല്ലെ? ഈ റൂട്ടും ഈ സ്ക്വയറും, റൂട്ടിൽ നിന്ന് ഈ സ്ക്വയർ പുറത്ത് വന്ന സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് കിട്ടും. ഓക്കെ, ബാക്കി ഞാൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ബൈ സി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എ ഡിവൈഡഡ് ബൈ സി അല്ലെ? ഇതിനെയും നമ്മൾ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് ഇതിനെയും നമ്മൾ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എന്നാണെങ്കിൽ എ ബൈ സി പ്ലസ് ബി ബൈ സി എന്നാണ്. അപ്പൊ ഇവിടെയും എന്താണ്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് ഇതേ ഒരു ഫോർമാറ്റിൽ എഴുതിയിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് ഇതുപോലെ എഴുതാം. 1 ബൈ കോസ്, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ. 1 ബൈ കോസ് എ. 1 ബൈ കോസ് എയുടെ വാല്യൂ എന്താണ്? സീക്ക് എ ആണ്. എന്തുകൊണ്ട്? സീക്ക് എ എന്ന് പറയുന്നത് കോസ് എയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 1 ബൈ കോസ് എ ആണ് സീക്ക് എ. സൈൻ എ ബൈ കോസ് എ, സൈൻ എ ബൈ കോസ് എ എന്ന് വെച്ചാൽ എത്രയാണ്? ടാൻ എ ആണ്. സൈൻ ബൈ കോസ് എന്താണ്? ടാൻ ആണ്. അപ്പൊ സൈൻ എ ബൈ കോസ് എ എന്താവും? ടാൻ എ ആയി മാറും. അപ്പൊ ആ വാല്യൂ എടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ബൈ കോസ് എ, 1 ബൈ കോസ് എക്ക് എന്ത് കൊടുക്കണം? സീക്ക് എ എന്ന് കൊടുക്കണം, പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്താണ്? ടാൻ എ. ഇത് തന്നെയല്ലേ നമ്മുടെ RHS? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ RHS കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്തെന്ന് എഴുതാം? ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഒരു LHS സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഈ ഒരു RHS ആയി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. അപ്പൊ നമുക്ക് 7th സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 7th സബ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ ഇസിക്കൽ ടു ടാൻ തീറ്റ. അതായത് ഈ LHSനെ സിംപ്ലിഫൈ ചെയ്ത് ടാൻ തീറ്റ എന്ന RHSലേക്ക് എത്തിക്കുക. അപ്പൊ ടാൻ തീറ്റയുടെ ഡെഫിനിഷൻ അറിയാം. എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. മുകളിൽ തന്നെയാണ് സൈൻ തീറ്റ ഇരിക്കുന്നത്, താഴെ തന്നെയാണ് കോസ് തീറ്റ ഇരിക്കുന്നത്. അതുകൊണ്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ തീറ്റ കിട്ടും. പക്ഷെ ഈ ടാൻ തീറ്റയിലേക്ക് വരും മുന്നേ നമ്മൾ ഇതിലുള്ള കുറെ അല്ലെ സൈൻ തീറ്റ അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട്, കോസ് തീറ്റ ഉണ്ട്, അതിനൊക്കെ നമ്മൾ ഒന്ന് കോമൺ ആയിട്ട് എടുത്ത് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ ആവശ്യമില്ലാത്തല്ല ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിൽ എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. നമുക്ക് അപ്പൊ എന്തെന്ന് എഴുതാം? ടാൻ തീറ്റ എന്ന് എഴുതാം.
അപ്പൊ നമുക്ക് ചെയ്യാം. LHS ഈസിക്കൽ ടു സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ വിച്ച് ഇംപ്ലൈസ് ഇവിടെ മുകളിൽ എന്താണ്, ഇവിടെയും സൈൻ തീറ്റ ഉണ്ട്, ഇവിടെയും സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കോമൺ ആയിട്ട് ഈ സൈൻ തീറ്റ പുറത്തെടുക്കാം. ഞാൻ അപ്പം ന്യൂമറേറ്ററിൽ നിന്ന് സൈൻ തീറ്റ പുറത്തെടുക്കുകയാണ്. സൈൻ തീറ്റ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടുക, അകത്തുള്ളതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നിന്ന് സൈൻ തീറ്റ പോയി ഇനി ഇവിടെ ആരുമില്ല, അവിടെ ആരാണുള്ളത്, 1 ആണുള്ളത്. 1 ഇട്ട് കൊടുക്കണം. എങ്കിലും ഈ സൈൻ തീറ്റ കൊണ്ട് ഈ 1നെ എൻഡ് ചെയ്യുമ്പോൾ തിരിച്ച് സൈൻ തീറ്റ എന്ന് കിട്ടുള്ളൂ. പിന്നെ എന്തുണ്ട്, മൈനസ് ഉണ്ട്. പിന്നെ ഇവിടെ സൈൻ ക്യൂബ് തീറ്റയാണ് അല്ലെ. സൈൻ ക്യൂബ് എന്ന് വെച്ചാൽ 3 എണ്ണം, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇപ്പൊ 3 സൈൻ തീറ്റ ഉണ്ട് എന്നുള്ളതാണ് ഈ സൈൻ ക്യൂബ് തീറ്റയുടെ മീനിങ്. ഇതിൽ നിന്ന് ഒരു സൈൻ തീറ്റ നമ്മൾ വെളിയിൽ പോയാൽ പിന്നെ ആരേ ഉള്ളൂ, 2 സൈൻ തീറ്റയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തുണ്ട്, ആദ്യം 2 എഴുതാം. പിന്നെ ഈ സൈൻ ക്യൂബ് തീറ്റയിൽ നിന്ന് ഒരു സൈൻ തീറ്റ പുറത്തു പോയി, കോമൺ ആയിട്ട് പുറത്തു പോയി. പിന്നെ ആരേ ഉള്ളൂ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, അതായത് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, സൈൻ ക്യൂബ് തീറ്റയിൽ നിന്ന് ഒരു സൈൻ തീറ്റ വെളിയിൽ വന്നാൽ പിന്നെ അവിടെ ആരേ ഉള്ളൂ, സൈൻ സ്ക്വയർ തീറ്റ മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെയും എന്തുണ്ട്, രണ്ട് ഭാഗത്തും കോസ് തീറ്റ ഉണ്ട് അല്ലെ. ഈ ഒരു സെക്ഷനിൽ കോസ് തീറ്റ, ഇവിടെയും കോസ് തീറ്റ. അപ്പൊ നമുക്ക് കോസ് തീറ്റയെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കോസ് തീറ്റയെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ അകത്തുള്ളത് ബ്രാക്കറ്റിൽ ഇടണം. അപ്പൊ 2 കോസ് ക്യൂബ് തീറ്റ, അതായത് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ 3 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഒരു കോസ് തീറ്റ ദാ പുറത്തു പോയി. അപ്പൊ പിന്നെ എത്ര കോസ് തീറ്റ ഉണ്ട്, 2 എണ്ണമേ ഉള്ളൂ. അപ്പൊ 2 കോസ് ക്യൂബ് എന്തായി മാറും, കോസ് സ്ക്വയർ ആയി മാറും, കാരണം ഒരെണ്ണം പുറത്തു പോയത്. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് ഈ കോസ് തീറ്റയാണ് പുറത്തു പോയത് അല്ലെ. നമ്മൾ കോമൺ ആയിട്ട് ഈ സെക്ഷനിൽ കോസ് തീറ്റ പോയാൽ പിന്നെ ഇവിടെ ആരുമില്ല, ഇവിടെ ആരേ ഉള്ളൂ, 1 ഇട്ട് കൊടുക്കണം. 1 ഉള്ളൂ. എന്തുകൊണ്ട്, ഈ കോസ് തീറ്റ കൊണ്ട് നമ്മൾ ഈ 1നെ ഇൻറ്റു ചെയ്താൽ തിരിച്ച് കോസ് തീറ്റ ആയിട്ട് മാറും. ഓക്കെ, സിക്കൽ ടു മുകളിൽ എന്തുണ്ട്, സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 2. ഇവിടെ എന്തുണ്ട്, കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും തമ്മിൽ ആഡ് ചെയ്ത ആൻസർ എത്രയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാം. കോസ് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു അപ്പുറത്ത് ആരുണ്ട്, 1 ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റ മാത്രമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഈ സൈൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകണം. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആവും, നെഗറ്റീവ് സൈൻ സ്ക്വയർ തീറ്റയും മാറും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ അവിടെ പോയപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്തുണ്ട്, കോസ് സ്ക്വയർ ഉണ്ട് അല്ലെ. ഈ കോസ് സ്ക്വയർ ഉള്ളിടത്ത് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ ആവുന്നു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് എഴുതി, കോസ് തീറ്റ എഴുതി, 2 എഴുതി. ഇനി കോസ് സ്ക്വയർ തീറ്റ എഴുതണം. ഈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എഴുതാം. അപ്പം ബ്രാക്കറ്റ് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്തുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടെന്ന് വെച്ചാൽ അത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് അതിന് ബ്രാക്കറ്റിൽ ഇടണം. കാരണം പുറത്തുള്ള ഈ 2 ഇതിനെ അഫക്റ്റ് ചെയ്യും, ഇതിനെ അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ അതിനെ ബ്രാക്കറ്റിലായിട്ട് എഴുതണം. കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എഴുതി. ഇനി എന്തുണ്ട്, മൈനസ് ഉണ്ട് അല്ലെ, -1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. 2 കൊണ്ട് നമ്മൾ ഇതിനകത്തുള്ള ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാത്തിനെയും ഈ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 2 ഇൻറ്റു 1 2. ഇനി എന്തുണ്ട്, മൈനസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബ്രാക്കറ്റിന് മുന്നിലുള്ള വാല്യൂ കൊണ്ട് അകത്തുള്ള എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 കൊണ്ട് ഞാൻ ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 ആവും. പിന്നെ എന്തുണ്ട്, മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ. ഇനി ആരുണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്.
which implies sin theta into 1 minus 2 sin square theta divided by cos theta into ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ, ഇവിടെയാണെങ്കിൽ ഒരു -1 ഉണ്ട്. ഫിസിക്കൽ 2ൽ നിന്ന് 1 മൈനസ് ചെയ്ത ബാക്കി എത്രയാണ് 1. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായി, ഈ 2 ഈ 1 കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 മൈനസ് 1 എത്രയാണ് 1. പിന്നെ ആരുണ്ട് 1 മൈനസ്, പിന്നെ എന്താണ് -2 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അവിടെ ഉള്ള -1 ഈ 2ൽ നിന്ന് മൈനസ് ചെയ്താണ് നമ്മൾ ഇവിടെ 1 എന്ന് എഴുതിയത്. പിന്നെ ഉള്ളത് -2 സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് അത് എഴുതി. അപ്പോൾ മുകളിലും താഴെയും കോമൺ ആയിട്ട് ആരുണ്ട്, 1 - 2 സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട് അല്ലെ, താഴെയും 1 - 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. പിന്നെ ആരേ ഉള്ളൂ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്കറിയാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്, ടാൻ തീറ്റ. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം വിച്ച് ഈസ് RHS. ഇപ്പൊ എന്തെന്ന് എഴുതാ, ഹെൻസ് പ്രൂവ്ഡ്. ഈസി അല്ലേ. അപ്പൊ എന്താണ് ഒന്നുകൂടെ പറയാം. നമുക്ക് ഇങ്ങനെ തന്നപ്പോൾ RHS എന്താണ്, ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇരിക്കണം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. പക്ഷെ ഇവിടെ ഒരുപാട് സൈൻ തീറ്റയും കോസ് തീറ്റയും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ റിമൂവ് ചെയ്യാനുള്ളതെല്ലാം റിമൂവ് ചെയ്ത് കളയണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇതിലുള്ള സൈൻ തീറ്റയെ കോമൺ ആയിട്ട് എടുത്തു. സൈൻ തീറ്റ കോമൺ ആക്കി എടുക്കുമ്പോഴത്തേക്ക് 1 - 2 സൈൻ സ്ക്വയർ തീറ്റ, താഴെയുള്ള കോസ് തീറ്റയെ കോമൺ ആക്കി എടുക്കുമ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ -1 എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണ് കോസ് സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടുത്തെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് എന്ത് കൊടുക്കണം, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ അത് ചെയ്തു. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, 1 - 2 സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് അത് മാറി. അപ്പൊ മുകളിലും താഴെ കോമൺ ആയിട്ട് എന്തുണ്ട്, 1 - 2 സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്തുണ്ട്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതിന്റെ ആൻസർ ടാൻ തീറ്റ ആണ്. നമ്മളോട് പറഞ്ഞ RHSലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഹെൻസ് പ്രൂവ്ഡ്. അപ്പൊ ഈസി അല്ലേ ഇത്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് തുടർന്നുള്ള മാത്സ് പഠിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.